റസൂലുള്ളാഹിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. റസൂലുള്ളാഹിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. കണ്ടോ എന്താ കേട്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. എന്തിനാ സിഡിയിൽ നിന്ന് കട്ടത്? ഇവിടെ നിങ്ങൾ പ്രസംഗിച്ചതല്ലേ, മുട്ട് മടക്കിയതല്ലേ? നിങ്ങൾ എത്ര ഇവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്? നിങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചില്ലേ? അൽ മുസ്ലിമൂൻ പത്രം എടുത്തിട്ടും കാണിച്ചില്ലേ? അൽ മുസ്ലിമൂൻ പത്രത്തില് കണ്ടോ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിൽ ഖബർ കണ്ടോ? തുടക്കമെന്ന് വെക്കുമനെ ഖബർ കണ്ടോ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ, ആ ഖബറിന്റെ മേലെ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് തലയുടെ അടുക്കലതാ എഴുതി വെച്ചിരിക്കുന്നു, അതാ ഖബർ റസൂലില്ലാഹി. ഈ ഭാഗത്ത് കാണാൻ പത്രം നോക്കിയാൽ ശരിക്ക് കാണാം. കണ്ടോ റസൂലുള്ളാഹിയുടെ ജാറം, റസൂലുള്ളാഹിയുടെ ജാറം എന്ന് പറഞ്ഞിട്ട് എത്ര പച്ച പുതപ്പിച്ച ജാറങ്ങളുടെ ആ ചിത്രങ്ങൾ നിങ്ങൾ കാണിച്ചു. സൈറ്റിൽ നിന്ന് പല ചിത്രങ്ങളും പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ പലതും നിങ്ങൾ കാണിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നു റസൂലുള്ളാഹിയുടെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അത് മാത്രമല്ല, അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപമെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അപ്പൊ ഈ കാണുന്ന ഉയർന്നു നിൽക്കുന്ന കുബ്ബകളും ദർഗകളും ഖബർ കെട്ടിപ്പൊക്കലുമൊന്നും പുണ്യമല്ല അല്ലേ? ഈ പുണ്യമല്ലാത്ത രൂപത്തിനാണോ നിങ്ങൾ ഈ പറഞ്ഞൊച്ച വെച്ച് നടക്കുന്നത്? നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വന്നത് കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങളോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ അൽഹംദുലില്ലാഹ് അക്കാര്യമെങ്കിലും സമ്മതിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് പുണ്യമുള്ള രൂപമെങ്കിൽ മുസ്ലിമീങ്ങളുടെ മുഴുവൻ ഖബറുകളും അത്ര മതി കേട്ടോ. അതിനാ ഞങ്ങൾ ഈ അധ്വാനം ചെലവഴിക്കുന്നത്, അതിനാ ഞങ്ങൾ ഈ പ്രസംഗിച്ച് ആരോഗ്യം നശിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ നിങ്ങളെ കൊണ്ടൊക്കെ സമ്മതിപ്പിക്കാൻ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, പുണ്യമുള്ള രൂപം അതാണെന്ന് പറഞ്ഞില്ലേ? ഇതിനാണ് ഈ പരിപാടി ഇനിയും തുടരട്ടെ. എന്നിട്ട് പിന്നെ മൂപ്പരൊരു ചോദ്യം ചോദിക്കുന്നത് എന്താ? ഖുർആനിലും ഹദീസിലും ഒക്കെ മഹാന്മാരെ ജാറത്തിന്മേൽ ഖുബ്ബ പണിയൽ ഹറാമാണെന്നോ തെറ്റാണെന്നോ പൊളിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. കേട്ടോളൂ മൂപ്പരാവായ. ഖുർആനിലും ഹദീസിലും മഹാന്മാരെ ജാറത്തിന്മേൽ ഖുബ്ബ പണിയൽ ഹറാമാണെന്നോ തെറ്റാണെന്നോ പൊളിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. അത് മൂപ്പരുടെ ഒരു നുണയാണ്. ഇനി തീർന്നില്ല, ആ വാദം മൂപ്പരങ്ങ് പറഞ്ഞു വെച്ചിട്ട് ഇനി മൂപ്പരുടെ ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിയൊന്ന് കേൾക്കൂ, മറുപടിയും കേൾക്കൂ. കേട്ടോളൂ മൂപ്പരുടെ വെല്ലുവിളി. മൗലവിമാരെ, മഹാന്മാരെ ഖബറിനോടനുബന്ധിച്ച് ജാറമുണ്ടാക്കാൻ പാടില്ലെന്ന് ഒരായത്തുണ്ടെങ്കിൽ ഏത് സൂറത്തിലാണ് ആയത്ത് മൗലവിമാരെ? ആ സൂറത്തിന്റെ പേര് പറയൂ, ആയത്തിന്റെ നമ്പർ പറയൂ, അതിന്റെ അർത്ഥം പറയൂ. ഇനി ഹദീസാണെങ്കിൽ ആ ഹദീസിന്റെ കിതാബിന്റെ പേര് പറയൂ, നമ്പർ പറയൂ, ഹദീസിന്റെ വാചകം പറയൂ, അതിന്റെ അർത്ഥം പറയൂ. എല്ലാം പറയാം.
ഇമാം സഹീഹ് മുസ്ലിമിലാണ്. മുസ്ലിം എന്ന ഹദീസിന്റെ സഹീഹ് മുസ്ലിം കേട്ടിട്ടുണ്ടോ? നമ്പറും കിട്ടുന്നില്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടോളൂ, നമ്പറും പറയും, മുസ്ലിം തെരഞ്ഞോ. എന്താണ് അവിടെ പറയുന്ന ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമതാ. എന്താണ് അവിടെ എന്ന് പറയുന്നത്? അബുൽ ഹയ്യാജ് അസ്സദി പറയുകയാണ്, ഖാല ലി അലിയുൻ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദാ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ആ നിലക്കുള്ള ഒരു ഹദീസാണ്. ഞങ്ങൾക്ക് തെളിവ് കേട്ടോ, പഠിച്ചോ. ഖബറിന്റെ മീതെ കുബ്ബ പണിയാൻ പാടില്ലെന്ന്, അത് പൊളിച്ച് കളയണമെന്ന്, അത് നീക്കി കളയണമെന്ന് ഞങ്ങൾക്കുള്ള തെളിവല്ലേ ചോദിച്ചത്? ആ തെളിവാണ് കേൾപ്പിച്ചത്, ആ കിതാബാണ് കേൾപ്പിച്ചത്. അപ്പോ അങ്ങനെ അതിലുണ്ടോ മൗലവി എന്നാണെങ്കിൽ കേട്ടോളൂ, ഞങ്ങൾ വെച്ച അർത്ഥമല്ല, ഞങ്ങൾ വിശദീകരിച്ച അർത്ഥമല്ല, കേട്ടോളൂ. അത് ആരുടേതാണ് ഉദ്ധരിക്കുന്നത്? ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണല്ലോ. ആ വീട്ടിലെ 3 ഖബറുകളെ സംബന്ധിച്ച് ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി അതാ ആ 3 ആളുകളുടെയും റസൂലുള്ളാഹിയുടെ പേരക്കുട്ടികളുടെ പരമ്പരയിൽപ്പെട്ട ആളോടും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളിൽ ഒരാളോടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളിൽപ്പെട്ടയാളോടുമൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് കേട്ടോളൂ. അഖ്ബിറുനി അൻ ഖുബൂരി അബായിക്കും ഫീ ബൈതി ആയിഷ. നിങ്ങളെനിക്ക് പറഞ്ഞു തരൂ മക്കളെ, നിങ്ങളുടെ പിതാക്കളുടെ അതാ ഉപ്പാപ്പമാരുടെ ഒക്കെ ഖബറുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിന്റെ അകത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടവരല്ലേ, എനിക്കൊന്ന് പറഞ്ഞു തരൂ. 3 ആളുടെയും പേരമക്കളിൽപ്പെട്ടവരോട് ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഫകുല്ലുഹും ഖാലൂ, അവരെല്ലാവരും അപ്പോൾ മറുപടി പറഞ്ഞു, ഇന്നഹാ മുസന്നമാ, അത് ഇങ്ങനെ കൂർത്തു നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ കൂർത്തു നിൽക്കാന്ന് പറയുമ്പോ വാട്ടർ ലെവലിൽ നിന്ന്, ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് അല്പം പൊങ്ങിയിട്ടുണ്ടാകുമല്ലോ, അല്പം ഇങ്ങനെ ഒരു ചാണ് പൊങ്ങിയിട്ടാണല്ലോ ഇങ്ങനെ കൂർത്തു നിൽക്കുക. ആ കാര്യം ഉദ്ധരിച്ചിട്ട്, ഈ സംഭവം ഉദ്ധരിച്ചിട്ട് നിങ്ങൾ ഇന്നലെ ഇവിടെ ഉദ്ധരിച്ച ഒരു കിതാബില്ലേ ഫത്ഹുൽ ഖദീർ, ഇബ്നു ഹുമാമിന്റെ ഫത്ഹുൽ ഖദീർ ഉദ്ധരിച്ചില്ലേ നിങ്ങൾ രേഖയായിട്ട്? ആ ഫത്ഹുൽ ഖദീറിൽ ഇബ്നു ഹുമാം ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവില്ലേ? എന്ത്? ഈ ഹദീസിനെ പറ്റി. ഏത് ഹദീസ്? വഅമ്മാ മാ ഫീ മുസ്ലിം അൻ നബിൽ ഹയ്യാജിൽ അസ്സദി ഖാല ലി അലിയുൻ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദഅ തിംസാരൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. അള്ളാന്റെ റസൂൽ എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ നിന്നെയും അയക്കട്ടെയോ അബുൽ ഹയ്യാജേ? അതെന്താണ് വിഷയം? ഒരു പ്രതിമയെയും നീ തകർക്കാതെ വിട്ടുപോകരുത്, അതുപോലെ തന്നെ പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറുകളെയും നീ നിരപ്പാക്കാതെയും വിടരുത്. അപ്പൊ ആ ഹദീസ് ഇതായിട്ട് വൈരുദ്ധ്യല്ലേ എന്നാണ് മൂപ്പര് വിശദീകരിക്കുന്നത്. അവിടെ നിരപ്പാക്കണം എന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഖബർ ഇങ്ങനെ മുസന്നമായിട്ട് കൂർത്തു നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അതിന് മറുപടി പറയുന്നിടത്ത് ഫത്ഹുൽ ഖദീറിൽ പഠിച്ചു വെച്ചോ. ആ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞത് ഏത് കഴിച്ച ബാക്കിയാണ്? സർവം നിരത്തലാണോ? ഏതിനെ പറ്റിയാ പൊളിക്കണം എന്ന് പറഞ്ഞത്? ഏതിനെ പറ്റിയാണ് നിരത്തണം എന്ന് പറഞ്ഞത്? ഫഹുവ അലാമാ കാനൂ യഫ്അലൂനഹു മിൻ തഅലിയത്തിൽ ഖുബൂർ ബിൽ ബിനാഇൽ ഹസനിൽ അലി. അതാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖബറിന്റെ ഈ ഒരു ചാണ് കഴിച്ചിട്ട് അതിന്റെയും മുകളിലതാ നല്ല മനോഹരമായ നിലക്കുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഖബർ ഉയർത്തുന്നില്ലേ? അതിനെ തകർക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ സമനിരപ്പിൽ നിന്ന് അല്പം പൊങ്ങി നിൽക്കുന്ന ഇതും നിരത്തി
ഉയർത്തണമെന്നല്ല, അത് കഴിച്ച് ബാക്കിയുള്ളത് നിരത്തണം എന്നാണ്. അത് കഴിച്ച് ബാക്കി മേലെ കെട്ടിപ്പടുത്തത് തകർക്കണമെന്നാണെന്ന് ഫത്ഹുൽ ഖദീറുകാരൻ രേഖപ്പെടുത്തുന്നില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ച